അല്ലേ, വേങ്ങരയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നുമില്ല. വേങ്ങര തീരുമാനം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല. മനസ്സിലായി, തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മതേതര കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള യാത്ര തുടരുകയാണ്. ആ യാത്ര തുടരുകയാണ്. പഴയ കാലം മുതൽ തന്നെ ലീഗ് എടുത്തു വന്നിട്ടുള്ള ഒരു നിലപാടാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ പല കലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായപ്പോഴും മതേതര പാതയിൽ ഉറപ്പിച്ചു നിർത്തിയത് അതൊരു വസ്തുതയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ടൈം ടെസ്റ്റായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള നാളുകൾ. അന്ന് ശാബ്ദങ്ങൾ എടുത്ത സ്റ്റാൻഡാണ് കേരളത്തെ ബാലൻസ് ചെയ്ത് നിർത്തിയത്. അതിപ്പോഴും തുടരുകയാണ്. ലീഗിന്റെ രൂപീകരണത്തിനൊരു കാരണം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് പരിഗണന കിട്ടുന്നില്ല എന്നായിരുന്നു. ജോലിയിലില്ല, അധികാരസ്ഥാനത്തില്ല, അങ്ങനെ പലതും. അതാണ് ബാഫിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ ആദ്യകാലത്ത് ശ്രീ ചടയനെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ചത്. ദ്വയ മണ്ഡലത്തിൽ നിന്ന് അന്ന് ജയിച്ചുകൊണ്ടിരുന്നത് ശ്രീ ചടയനും കൂടിയായിരുന്നു. ആ പാരമ്പര്യം ലീഗ് എന്നും തുടർന്നിട്ടുണ്ട്. അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഉന്നമനം ആ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. അതാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇപ്പോ ഞങ്ങളോട് വിയോജിപ്പ് പറയുന്ന ചില നേതാക്കന്മാർ പോലും ഒരു കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇതിന് SC ST ബാക്ക്വേർഡ് ആദിവാസി അതിനൊക്കെ വേണ്ടി പോരാടിയ പാർട്ടിയാണ്. റിസർവേഷനൊക്കെ അതിന്റെ ഉദാഹരണമാണ്. കേരളത്തിലെ റിസർവേഷനൊക്കെ അതിന്റെ ഉദാഹരണമാണ്. ഇത്ര ഇൻടാക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റിസർവേഷൻ ജോലിയിലുള്ള വേറൊരു സ്റ്റേറ്റും ഇല്ല. അതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. അതൊക്കെ ഞങ്ങൾ നേടിക്കൊടുത്തതാണ്. അത് ഇനിയും അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടാൻ ലീഗ് പാത വ്യതിചലിക്കാതെ പോവും. മതേതരത്വ പാതയിൽ ഉറപ്പിച്ചു പോകുന്നതിന്റെ തെളിവാണ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു അഡ്വക്കേറ്റ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ കുട്ടി വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് ഇന്നിപ്പോ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വളരെ ആലോചിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരിഗണന കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ ലീഗിന് നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. വലിയ വിജയം ഉണ്ടായപ്പോൾ ഈ ഭാരവാഹികളെയൊക്കെ വെക്കുന്നത് ഒരു മിനിറ്റ്, മലബാറിൽ ഞങ്ങൾ അതേ രീതിയിൽ അങ്ങോട്ടും നമ്മൾ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഇവിടെയൊക്കെ ലീഗിന് സ്വന്തം ഭൂരിപക്ഷമുണ്ട്. പക്ഷെ ഞങ്ങളത് കാണിക്കുന്നില്ല. എല്ലായിടത്തും ഞങ്ങൾ ഉപസ്ഥാനങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ഫസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസിനാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. വലിയ തർക്കമില്ലാതെ ചെയർമാനും ബാക്കിയുള്ള ഭാരവാഹികളെയൊക്കെ വെക്കാൻ സാധിച്ചോ? ചെറിയ തർക്കങ്ങളില്ലെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല ആവൂലല്ലോ. എന്നാലും വലിയ തർക്കമില്ല. ഓക്കെ, വളരെ സന്തോഷത്തിലാണ്. കാരണം ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ പിന്നെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് മീഡിയ കൊടുക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ചർച്ച ഉണ്ടായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു നല്ല ഉറച്ച കോൺഗ്രസ് പിന്നെ നല്ലൊരു നേതൃത്വം UDF കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടി എന്നുള്ള നിലക്ക് അതിന്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ആ ലീഡർഷിപ്പ് അവരതിന് നേതൃത്വം അതിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പോകുന്നത്. അവർ ശക്തമാവണം, അതാണ് ഞങ്ങൾ ആവശ്യം. വേങ്ങരയൊക്കെ ചില പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ലേ, വേങ്ങരയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നുമില്ല. വേങ്ങര തീരുമാനം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല. മനസ്സിലായി, തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വാർത്തക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത്. എന്റെ കുടുംബത്തിന് വേങ്ങര ബ്ലോക്കിൽ ആരുമില്ല. അവിടെ വേറെ ആളാണ്. ഓക്കെ.